അദ്ദേഹവുമായി നേരിട്ട് ഇടപഴകിയ ആളുകൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ, പഠനത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ കേട്ട സംഭവങ്ങളിലൊന്ന് ഞാൻ മുൻപ് ഇവിടെ ഒരിക്കൽ ഒരു ദർസിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. കെ മൗലവി റഹിമഹുല്ലാ അദ്ദേഹം ഒരിക്കൽ ട്രെയിൻ ഇറങ്ങി തന്റെ കൂട്ടുകാരനോടൊപ്പം തിരങ്ങാടിയിലേക്കോ മറ്റോ നടക്കുകയാണ്. വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ കേട്ട കഥകളിൽ ഒന്നാണ്. അങ്ങനെ അദ്ദേഹം നടക്കുന്നതിനിടയിൽ ഒപ്പമുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്ത് മൗലവിയോട് പറഞ്ഞു, റഹിമഹുല്ലാ, മൗലവി നമുക്കൊരു ചായ കുടിച്ചിട്ട് നടത്തം തുടരാം. കെ മൗലവി റഹിമഹുല്ലാ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം മുന്നിൽ നടക്കുകയാണ്. ഇദ്ദേഹം പിറകിൽ നിന്ന് വീണ്ടും വിളിച്ചു പറഞ്ഞു, ചായ കുടിച്ചിട്ട് നടന്നാൽ പോരെ? 2-3 തവണ ആവർത്തിച്ചിട്ടും മറുപടി ഒന്നും കിട്ടാതെയായപ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹം മുന്നിലേക്ക് നടന്നു വന്നു. എന്തുകൊണ്ടാണ് മൗലവി ഒരു മറുപടിയും പറയാത്തത് എന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചത്. കെ മൗലവി റഹിമഹുല്ലാ കരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്താണ് പറഞ്ഞത്? ചായ കുടിക്കാൻ പറഞ്ഞത്? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കെ മൗലവിയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് ചായ തരാൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരു ചായക്കട ഈ നാട്ടിൽ നിനക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഒരു ചായക്കടയില്ല അദ്ദേഹത്തിന് ചായ കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്, നമ്മൾ എത്ര വലിയ റാഹത്തിലാണ് തൗഹീദ് പറയുന്നത്. തൗഹീദ് പറഞ്ഞാൽ സ്വീകരിക്കാൻ എത്ര ആളുകളുണ്ട്. സുന്നത്തിനു വേണ്ടി സംസാരിച്ചാൽ ഏറ്റുപിടിക്കാനും സഹായിക്കാനും എത്ര ആളുകളെയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ ഒരു കാലം കടന്നുപോയിട്ടുണ്ട്, ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്തൊരു കാലഘട്ടം. അവരാണ് നമുക്ക് മുൻപ് വഴിവെട്ടി തന്നത്. ഈ പണ്ഡിതന്മാരാണ് തൗഹീദിന്റെ വെള്ളി വെളിച്ചം നമുക്ക് ലഭിക്കാൻ കാരണമായ മുൻഗാമികൾ. നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. മൗലവിയുടെ ചരിത്രത്തിൽ കാണാം, ഒന്നിലധികം ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ്, മൗലവി നടന്നു പോകുമ്പോൾ കുട്ടികൾ അദ്ദേഹത്തെ കല്ലെറിയുമായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ കല്ലെറി, വഹാബി എന്ന് പറയും, പുത്തൻവാദി എന്ന് പറയും. കുട്ടികൾ ആലോചിച്ചു നോക്കൂ, താടി വെച്ച ഒരു പണ്ഡിതനായ ഒരു മനുഷ്യൻ, ആദരിക്കപ്പെടേണ്ട ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ കുട്ടികൾ കല്ലെറിയുന്നു. കല്ല് മേത്ത് തട്ടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ചിലപ്പോൾ കയ്യിൽ കുട കരുതും. തന്റെ കുട കൊണ്ട് ശരീരത്തിലേക്ക് വരുന്ന കല്ലുകൾ അദ്ദേഹം തടുക്കുമായിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞ ആളുകൾ പറയാൻ, മൗലവിയോട് എന്തെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം പറയുമായിരുന്നു, കുട്ടികളല്ലേ അവർക്കറിയില്ല എന്ന് അദ്ദേഹം അത്രമാത്രമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഒരു കുട്ടിയെ പോലും അദ്ദേഹം ചീത്ത വിളിച്ചില്ല, മോശം പറഞ്ഞില്ല, ഒരാളെയും മോശം പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും, എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചു എന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മൾ അത്ഭുതപ്പെടും, എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ നന്മ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ചരിത്രമാണ് മൗലവിയുടെ റഹിമഹുല്ലാഹ്.